ഫ്രണ്ട്സ്, അവസാന ദിവസത്തെ മൂന്നാർ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നില്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ കറക്കത്തോടു കൂടി മൂന്നാറിനോട് വിട പറയുകയാണ്. കണ്ണും മനസ്സും നിറഞ്ഞൊരു മനോഹര യാത്ര. രാവിലെ കുറച്ച് അധിക നേരം കിടന്നുറങ്ങണം എന്നൊക്കെ പ്ലാനിട്ടാണ് കേട്ടോ തലേന്ന് കിടന്നത്. വട്ടവട യാത്രയുടെ ക്ഷീണം കൂടി ഉള്ളതുകൊണ്ട് രാത്രി അങ്ങ് പെട്ടെന്ന് നിദ്രാദേവി കടാശിച്ച്. പക്ഷെ പതിവിലും നേരത്തെ അലാം പോലും വയ്ക്കാതെ കിടന്ന് എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ച് കൊച്ചു വെളുപ്പാങ്കാലത്ത് തന്നെ നിദ്രാദേവി നല്ല പണി തന്നു കേട്ടോ. നേരത്തെ എഴുന്നേറ്റ് വീടാണെങ്കിൽ ഒരു കട്ടൻ ഉണ്ടാക്കി കുടിച്ചിരിക്കാം. ഇവിടെ ഇപ്പം അതിന് നിവർത്തിയില്ല. തണുപ്പത്ത് തണുത്തുറഞ്ഞ് പുറത്തേക്ക് നോക്കി അങ്ങ് നിൽക്കാട്ടോ. പിന്നെ എൻ്റെ സങ്കടം മനസ്സിലാക്കിയെന്നോണം ഇക്ക പുറത്ത് പോയി ഒരു കാപ്പിയൊക്കെ വാങ്ങിക്കൊടുന്നു തന്നെ. അതൊക്കെ കുടിച്ച് അങ്ങനെ നമ്മുടെ രാവിലത്തെ തിരക്കുകളിലേക്ക് കടന്നു കേട്ടോ. എടിപിടിയിന്ന് പിന്നെ സമയം പോയത് അറിഞ്ഞില്ലേ. ഒരുപാട് നേരത്തെ യുദ്ധത്തിനൊടുവിൽ മക്കളെയൊക്കെ റെഡിയാക്കി ഞങ്ങളും റെഡിയായി. ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്ന പണ്ടക്കെട്ട് തിരിച്ച് കെട്ടിപ്പറക്കി വണ്ടിയിലാക്കി റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു കേട്ടോ. ഇന്ന് ഫുൾ കറക്കം ഇക്കയുടെ ഇഷ്ടത്തിനാണ്. മൂന്നാർ ട്രിപ്പ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇക്ക പറഞ്ഞ ഒരിടാണ് കേട്ടോ മൂന്നാർ ഗ്യാപ്പ് റോഡ്. അവിടേക്ക് തന്നെയായി ആദ്യത്തെ യാത്ര. അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി രാവിലത്തെ ചായയൊക്കെ കുടിച്ച് വയറൊക്കെ നിറച്ച് നേരെ വിട്ടത് മൂന്നാർ ഗ്യാപ്പ് റോഡിലേക്കാണ് കേട്ടോ. ഈ ഇൻസ്റ്റഗ്രാം റീലുകളിലൊക്കെ കണ്ട് ഇക്ക അതിനോടൊരു അഡിക്ഷനായി എന്ന് തന്നെ പറയാം കേട്ടോ. പക്ഷെ സത്യത്തിൽ നമ്മൾ അഡിക്റ്റായി പോണ അത്ര ഭംഗി ആ ഗ്യാപ്പ് റോഡിൻ്റെ മനോഹാരിതയ്ക്ക് ഉണ്ട് കേട്ടോ. രണ്ട് സൈഡും നിറഞ്ഞ തേയിലത്തോട്ടം കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയാവോ. അതിമനോഹരം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല കേട്ടോ അവിടുത്തെ കാഴ്ചകൾക്ക്. കാരണം ഞാൻ പറഞ്ഞ് വർണ്ണിക്കേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് രസമായിരുന്നു എന്ന് പറയാവേ. പിന്നെ അവിടെ ഇറങ്ങി ഫോട്ടോ എടുത്തും സമയം പോയത് അറിഞ്ഞില്ല എന്ന് പറയാം കേട്ടോ. ഉച്ചയായത് ഞങ്ങൾ സത്യത്തിൽ അറിഞ്ഞില്ല കേട്ടോ. അത്രയ്ക്ക് ഭംഗിയായിരുന്നു കേട്ടോ അവിടുത്തെ കാഴ്ചകൾ. ആ ചെറിയൊന്ന് പിടിപ്പിച്ചു കൊടുത്തേക്കാം അങ്ങോട്ടോ. കൈൻ്റെ ഇടയ്ക്ക് ചെറി പറിച്ചുകൂടാ. അവക്കടെ ക്ലിപ്പില് സത്യസന്ധമായിട്ട് ഒരാൾക്ക് കാക്ക വേണ്ടി മേടിച്ചല്ലേക്കാ അത്, അല്ലാണ്ട് കൊച്ചിങ് വേണ്ടി മേടിച്ചല്ലോ കാ. അതെന്നതേ ആ സമയം പോക്കിന് പൈസ വെച്ച എനിക്ക് വേണ്ട. ഇടയ്ക്കിടയ്ക്ക് കോട, പിന്നെ ചെറിയ ചാറ്റൽ മഴ, പിന്നെയും കോട, നല്ല തണുത്ത കാറ്റ്, ഇതൊക്കെയായിരുന്നു കേട്ടോ കാലാവസ്ഥ. പക്ഷെ നല്ല മഴ പെയ്യുന്നുള്ള സൂചനകൾ അന്തരീക്ഷം ഇങ്ങനെ തന്നുകൊണ്ടേയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അരിക്കൊമ്പനെ മറ്റേ ഇത് സാറ്റലൈറ്റിൽ ഇത് കണക്ട് ചെയ്താ കൊണ്ടുവരുന്നത്. മാട്ടുപട്ടിക്കോ അവിടെ ഒരു ജീവികളുടെ ശബ്ദമൊന്നും ഇല്ലാന്ന് പറയണം. കട്ടില അവിടെ പോകാൻ പെർമിഷൻ കിട്ടാൻ പാടാം. പ്ലാസ്റ്റിക് ഒന്നും കയറ്റാൻ പാടില്ല. ഭയങ്കര പ്രകൃതി ഭംഗിയാ. കോളേജിൽ നിന്ന് ഒരാളെ പോകാൻ കിട്ടിയത് അമ്മ കിട്ടുന്നു. യൂട്യൂബർ ആ തലേന്ന് കാണിക്കൂ. അതല്ല യൂട്യൂബറിന്റെ തലേന്ന് കാണിക്കുമെന്ന്. ഇക്ക ഗെയിം കളിക്കാൻ കാണിക്കും. ഇക്ക കളിക്കാൻ കളിപ്പാട്ടം കാണിക്കല്ല. അതേ സ്കൂട്ടായി നൈസായിട്ട്. കാറിലിരുന്ന് പിന്നെ മൊത്തത്തിൽ ഞങ്ങൾ ടൂറ് പോകാത്തയും ടൂറ് വിടാത്തയും അരിക്കൊമ്പൻ്റെ കഥയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു കേട്ടോ. അവനൊരു ഭയങ്കര അരിക്കൊമ്പൻ ഫാനാണ്. അത് ഇവിടെ വിട്ടില്ല കേട്ടോ. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് യാത്ര തുടർന്നുകൊണ്ടിരുന്നു എന്ന് പറയാം. പിന്നെ വണ്ടിയിലിരുന്ന് ഓരോ കളിത്തമാശകളും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും ഒക്കെയായി ഞങ്ങൾക്കിടെ ആ യാത്ര ഒന്നോടെ അടിപൊളിയായിട്ടോ. പിന്നെ ഞങ്ങൾ വണ്ടി നിർത്തി ഇറങ്ങി ഫോട്ടോ എടുക്കലായി, സ്ഥലം കാണലായി. അങ്ങനെ പിന്നെ ഒരു ബഹളം തന്നെയായിരുന്നേ. പിന്നെ പ്രതീക്ഷിക്കാതെ ആയിരുന്നു കേട്ടോ ഒരു പേമാരി അങ്ങോട്ട് വന്ന് പെട്ടത്. എന്തോ ഭാഗ്യത്തിന് ഞങ്ങളുടെ കാഴ്ച കാണലും ഫോട്ടോ എടുക്കലും ഒക്കെ കഴിഞ്ഞാണ് കേട്ടോ മഴ എത്തിയത്. അങ്ങനെ പിന്നെ ഞങ്ങൾ മൂന്നാറിനോട് വിട പറഞ്ഞ് തിരിച്ച് ഇറങ്ങി
ഇറങ്ങിത്തുടങ്ങി കേട്ടോ. കുറേ ഫോട്ടോ എടുത്തുകൊണ്ടാണോ എന്നറിയില്ല, വിശപ്പിൻ്റെ വിളി പെട്ടെന്ന് തന്നെ എത്തി കേട്ടോ. മൂന്നാറിൽ നിന്ന് തിരിച്ച് പോരും വഴി തന്നെ മലബാർ കിച്ചണിൽ കയറി ഫുഡൊക്കെ കഴിച്ച് അവിടുത്തെ മന്തിയേക്കാളും മക്കൾക്ക് ഇഷ്ടവും അടി ഉണ്ടാക്കിയതും റിസപ്ഷനിൽ വച്ചിരുന്ന ജീരകമിഠായിക്കാണ് കേട്ടോ. ഞാൻ മക്കൾസിനെല്ലാം പറക്കി കൊടുക്കണ കണ്ടിട്ടാണോ എന്നറിയില്ല, റിസപ്ഷനിലിരിക്കുന്ന പുള്ളിക്കാരൻ എന്നെ ഒന്ന് നോക്കിയിട്ടോ. നമ്മൾക്കിതൊക്കെ എന്ത്, മക്കളെ കൊണ്ട് പോകുന്ന പെടാപ്പാട് നമുക്കല്ലേ അറിയുള്ളൂ. അവിടെ വച്ച് ഇനി അത് വേണ്ടാന്നെങ്ങും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടുള്ള യാത്ര മൊത്തത്തിൽ അവർ കുളമാക്കി നമ്മുടെ കയ്യിൽ തരൂ കേട്ടോ. അതിലും ഭേദം ആ ആൾ നോക്കിയത് വക വയ്ക്കാതെ നമ്മൾ അവർക്ക് ഓരോ മിഠായി എടുത്തു കൊടുത്ത് സന്തോഷമായിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ദേ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് റിലയൻസ് കേട്ടോ. റിലയൻസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താണെന്നറിയില്ല കേട്ടോ, ഞങ്ങൾക്ക് പ്രാന്തിളകുമെന്ന് പറഞ്ഞില്ല. മൂന്നാറായാലെന്നാ മൂവാറ്റുപുഴ ആയാലെന്നാ റിലയൻസ് ആണോ ഞങ്ങൾക്ക് ഒന്നതിൻ്റെ ഉള്ളിൽ കയറിയില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഇല്ല കേട്ടോ. അങ്ങനെ പിന്നെ നേരെ ആങ്ങളേനെ നാത്തൂനെയൊക്കെ ചാക്കിലാക്കി റിലയൻസിലേക്ക് എത്തിയിട്ടോ. റിലയൻസിൽ കയറിയാൽ പിന്നെ കയ്യും വീശി ഇറങ്ങാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങാറുള്ള ഒരു ലേസ് ഉണ്ട് കേട്ടോ. ലേസോ കുർക്കുറോ എന്തോ ഒരു ഐറ്റം, അത് റിലയൻസിൽ മാത്രമാണേ കിട്ടാറുള്ളൂ. ഞാൻ ഇതുവരെ പുറത്തൊരിടത്തൊന്നും അത് വാങ്ങി കഴിച്ചിട്ടില്ല കേട്ടോ. അത് തന്നെ ഞങ്ങളെല്ലാവരും ആൾക്കോരി എണ്ണം പിടിച്ച് വാങ്ങി കൈക്കലാക്കി അവിടെ നിന്ന് തിരിച്ച് വണ്ടിയിൽ കയറി യാത്രയായിട്ടോ. അതുകൊണ്ട് ഒരു ഗുണം കൂടെ ഉണ്ടായേ, തിരിച്ച് വീടെത്തും വരെ ഞങ്ങൾക്ക് കുറിക്കാൻ വേറെ ഒന്നും വാങ്ങേണ്ടി വന്നില്ല കേട്ടോ. മക്കൾസും ഹാപ്പി, വേറെ ഒരു ശല്യത്തിനും മക്കളും വന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ റിലയൻസിൽ കയറി കുറച്ച് നേരം തേരാപ്പാരയൊക്കെ നടന്ന് ഞങ്ങൾക്കടെ ആ ഫേവറേറ്റ് ഐറ്റം കൈക്കലാക്കി ഞങ്ങളിതേ തിരിച്ച് റിലയൻസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ പോരും വഴി എത്തിയതാവട്ടെ എലിഫൻറ്റ് ക്യാമ്പിലാണേ. അങ്ങനെ ചെറുപ്പത്തിൽ നടക്കാതെ പോയ എൻ്റെ ആങ്ങളയുടെ ആഗ്രഹം അവൻ ഈ ട്രിപ്പിൽ അങ്ങ് സാധിച്ചു കേട്ടോ. ആനപ്പുറത്ത് കയറി ഒരു സവാരി തന്നെ അങ്ങ് നടത്തി, കൂട്ടിന് എൻ്റെ മോനും കൂടി കേട്ടോ. മോള് പേടിയായിട്ട് കയറിയില്ല, മോന് എന്ത് ധൈര്യത്തിലാണ് അതിൻ്റെ പുറത്ത് കയറിയിരുന്നേന്നറിയാവോ. സത്യത്തിൽ എനിക്ക് കണ്ടിട്ട് തന്നെ കയ്യും കാലും കൂട്ടിയിടിക്കുമായിരുന്നു കേട്ടോ. പൊതുവെ ആനകളോട് എനിക്കൊരു പേടി കൂടുതലാണ്, എന്താണെന്നറിയില്ല. എന്നാൽ എനിക്ക് ആനകളുടെ റീൽസോ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ നേരെ കണ്ട എനിക്ക് കൈകാല് കൂട്ടിയിടിക്കാൻ തുടങ്ങും, അതുപോലെ തന്നെ മേല് വിറയ്ക്കാനും തുടങ്ങും കേട്ടോ. പക്ഷെ മോനൊരു കൂസലും ഇല്ലാതെ അവൻ്റെ ഒപ്പം തന്നെ കയറി നല്ല അടിപൊളിയായിട്ട് ആനസവാരി എൻജോയ് ചെയ്യുന്നുണ്ടായേ. ചെറുതായിട്ട് ചാറ്റൽ മഴ പൊടിയാനുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അവർ കുടയൊക്കെ ചൂടി എന്ത് ഗാംഭീര്യത്തിലാണല്ലേ ആനപ്പുറത്തിരിക്കണേ. ഇതൊരു പെണ്ണാനയായിരുന്നു കേട്ടോ. പെണ്ണാനയായാലും ആണാനയായാലും ആന തന്നെയാണല്ലോ അല്ലേ. നമുക്ക് പേടിയുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ആ പരിസരത്തേക്ക് പോയില്ല കേട്ടോ. പിന്നെ സത്യത്തിൽ പേടി പുറത്ത് കാണിക്കാതെ ഞാൻ അവിടെ നിൽക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഞാൻ പേടി കാണിച്ചു കഴിഞ്ഞാൽ വീടെത്തും വരെ അതും പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ എന്നെ വാരി അങ്ങോട്ട് കൊല്ലും. വെറുതെ എന്തിനാന്നേ നമ്മളായിട്ട് നമ്മളെ കളിയാക്കാനായിട്ട് ഒരു അവസരം കൊടുക്കണത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പേടിയൊന്നും പുറത്ത് കാണിക്കാതെ മിണ്ടാതെ അങ്ങ് നിന്നു. അങ്ങനെ ദേ അവർ ആനസവാരിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മോൻ എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടെ, ഒരു പേടിയില്ല. ഇറങ്ങിയപ്പോൾ അവൻ ആനയെ ഒന്ന് തൊടാനും മറന്നില്ല കേട്ടോ. അങ്ങനെ കുഞ്ഞുനാളിലെ ആഗ്രഹം സാധിച്ച സന്തോഷത്തിൽ വിശാലമായൊരു ആനസവാരിയൊക്കെ കഴിഞ്ഞ് ആങ്ങള സന്തോഷത്തിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ദേ ഇവിടെ നിന്ന് നേരെ മാമലക്കണ്ടം വഴിയാണ് വീട്ടിലേക്ക് വച്ച് പിടിക്കണേ. അപ്പോൾ മാമലക്കണ്ടവും പിന്നെ ഞങ്ങൾ പോകാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അതും കാരണം ഈ ഇൻസ്റ്റഗ്രാം റീൽസൊക്കെ തന്നെ. ആ സ്കൂളിൻ്റെ മുന്നിലിരുന്നിട്ടുള്ള ഓരോ റീലുകൾ കാണുമ്പോഴും എന്നെങ്കിലും അവിടെ ഒന്ന് പോകണം, ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. കാടിനുള്ളിലൂടെയുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് പോകാനായിട്ടുള്ള ധൈര്യം ഞങ്ങൾക്ക് ഉണ്ടായില്ല. ഇന്നിപ്പോൾ എന്തായാലും മൂന്നാറിലേക്ക് ഇറങ്ങി തിരിച്ച ആങ്ങളെയും നാത്തൂനും ഒക്കെ കൂട്ടുണ്ടല്ലോ, ആ ഒരു ധൈര്യത്തിൽ തിരിച്ച് മാമലക്കണ്ടം വഴി നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. പറഞ്ഞ വഴി ആങ്ങള അതിന് സമ്മതിക്കുകയും ചെയ്തേ. അങ്ങനെ നല്ല കൊടും കാട്ടിൻ്റെ നടുവിലൂടെ ഞങ്ങൾ മാമലക്കണ്ടത്തിന് വച്ച് പിടിച്ചു കേട്ടോ. ഇടയ്ക്ക് അതിമനോഹരങ്ങളായ സ്ഥലങ്ങളുണ്ടായിരുന്നേ. പക്ഷെ ഒറ്റയ്ക്കുള്ളതുകൊണ്ടും അധികം ആൾത്തിരക്കോ വണ്ടികളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടും നിർത്തി ഇറങ്ങി നിന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള ധൈര്യം ഞങ്ങൾക്ക് ഉണ്ടായില്ല കേട്ടോ. അതിന് ഞങ്ങൾ മുതിർന്നുമില്ല. വണ്ടിയിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ ഇതേ മാമലക്കണ്ടം എത്തി കേട്ടോ. അവസാനം ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് ആ ഒരു സ്ഥലം എത്തി. സത്യത്തിൽ ആ ഒരു കാഴ്ച ഞങ്ങളുടെ കണ്ണ് നിറച്ചു എന്ന് തന്നെ പറയാം കേട്ടോ.
അത്രയ്ക്ക് മനോഹരമായിരുന്നേ. അവിടെയും ജീപ്പ് സവാരിയും മുനിയറയൊക്കെ കാണാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2 ദിവസത്തെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓൾറെഡി ക്ഷീണിച്ചെത്തിയോണ്ട് തന്നെ ഒരു ഐസ്ക്രീം കഴിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നേ. ജീപ്പ് സവാരിക്കുള്ള ആവതില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും മുതിർന്നില്ല കേട്ടോ. പിന്നെ ഫോട്ടോയ്ക്ക് നിന്നപ്പോൾ പുറകിലത്തെ മല ഫുള്ളായിട്ട് കിട്ടണമെന്നും പറഞ്ഞ് അവനെ നീക്കി നിർത്തുവാണ് കേട്ടോ. എന്തൊക്കെയായാലും നല്ല അടിപൊളി മനോഹരമായൊരു കാഴ്ച കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞങ്ങളുടെ മൂന്നാർ വിശേഷങ്ങൾ മുന്നത്തെ വീഡിയോകളിലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്ത കൂട്ടുകാരൊക്കെ അതും കൂടെ ഒന്ന് പോയി കാണണേ. അഭിപ്രായങ്ങളും കമൻ്റായിട്ട് പറയണം കേട്ടോ. അങ്ങനെ മനസ്സും കണ്ണും നിറഞ്ഞ് ഞങ്ങളുടെ യാത്ര വീട്ടിലെത്തിയിട്ടോ. എത്രയൊക്കെ കാണാൻ മനോഹരം എന്ന് പറഞ്ഞാലും എവിടെയൊക്കെ പോയാലും ലാസ്റ്റ് നമ്മൾ ഈ കുഞ്ഞു സ്വർഗത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ഫീല് തന്നെയാണ് കേട്ടോ. എനിക്കങ്ങനെയാണ്. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാ വീഡിയോസും എടുത്തു തന്നതും ഇത്രയും കാര്യങ്ങളെല്ലാം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയതിനുമൊക്കെ ആങ്ങളേനോടും നാത്തൂൻസിനോടും പ്രത്യേകം നന്ദിയോടെ ഈ അവസരത്തിൽ സ്മരിച്ചുകൊണ്ട് മൂന്നാർ വ്ളോഗ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി വീണ്ടും നമ്മുടെ പഴയ പോലെ അടുക്കളയും കുക്കിങ്ങും മക്കളുമായിട്ടുള്ള ഓട്ടപ്പാച്ചിലും ഒക്കെ ആയി കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ, താങ്ക്സ് ഫോർ വാച്ചിങ്.